all, welcome to my new video Travel with Neetu. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ലബ്രൻഡ റിവേറിയ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ആൻഡ് റിസോർട്ട് സ്പാ ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ റൂമിൻ്റെ അകത്തേക്ക് കയറുകയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂം തന്നെയാണ് ഈ ഒരു ഹോട്ടലിൽ നമുക്ക് കിട്ടുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു അടിപൊളി ബാൽക്കണി ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബാൽക്കണി ഏരിയയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സൈഡിലുള്ള ബീച്ച് ഏരിയ, അതായത് ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു കടൽ ഏരിയ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഒരു സീസൈഡ് ഹോട്ടൽ ആൻഡ് റിസോർട്ടാണ്. ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഈ ഒരു ഹോട്ടലിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മാൾട്ട എന്ന് പറഞ്ഞ കൺട്രിയിലാണ് കേട്ടോ. അപ്പോൾ ഒരു 1 വീക്ക് നമ്മൾ മാൾട്ടയിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ വീഡിയോസാണ് നമ്മളിനി ഷെയർ ചെയ്യാൻ പോകുന്നത്. മാൾട്ടയിലത്തെ എക്സ്പീരിയൻസ് നമുക്ക് കാണാം. അപ്പോൾ ശരിക്കും ഒരു 4 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഒരു 4 സ്റ്റാർ ഹോട്ടലിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സിറ്റിയിലെ പോലെ ഭയങ്കര എക്സ്പെൻസീവ് അല്ല ഇവിടുത്തെ സ്റ്റാർ ഹോട്ടൽസ്. അപ്പോൾ കൂടുതൽ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റ് വ്യൂ ആണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡേ ടൈം വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ച് ഹോട്ടൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള റൂം, അതുപോലെ തന്നെ ഒരുപാട് അമ്യൂണിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ ഡോർ കടന്ന് വരുമ്പോൾ നമ്മൾ കാണുന്നത് ആ ഒരു റിസപ്ഷൻ ഏരിയ ആണ്. നേരെ നോക്കിയാൽ റിസപ്ഷൻ ഏരിയ, അതുപോലെ തന്നെ കുറേ ഇങ്ങനത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈവനിങ്ങിലും ഡേ ടൈമിലും ഒക്കെ നമുക്ക് കുറച്ച് സമയം വന്നിരിക്കാം. മെയിനായിട്ടൊരു റിസപ്ഷൻ ഏരിയ നമുക്ക് കാണാൻ പറ്റുക. നല്ല അടിപൊളി ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ സീസണൊക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് നമുക്കിത് അതിൻ്റെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ആ നേരെ നോക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേയിൽ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടുത്തെ. അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ലെഫ്റ്റ്, അതെടുത്തിട്ടാണ് നമ്മൾ മേളിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ മേളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റെയറോ ലിഫ്റ്റോ എടുത്ത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരാം. അപ്പോൾ മെയിനായിട്ട് ഇതൊരു ഒബ്സർവേഷൻ ഡെസ്ക് പോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. പക്ഷേ ശരിക്കും ഇപ്പോൾ സമ്മർ അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ അല്ല. അതല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ടെറസ് ഏരിയയിലൊക്കെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് കുറച്ച് സമയം വന്നിരിക്കാനൊക്കെ പറ്റിയൊരു പ്ലേസ് തന്നെയാണത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരുപാട് അമ്യൂണിറ്റീസ് അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് ഇവിടുത്തെ ഔട്ട്ഡോർ പൂളിൻ്റെ അവിടേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഔട്ട്ഡോർ പൂൾ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവർ ഈ ഒരു ഔട്ട്ഡോർ പൂള് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ആളും ബഹളവും ഒന്നും കാണാത്തത് സമ്മർ അല്ലാത്തതുകൊണ്ടാണ്. സമ്മർ സീസണിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഇതിലൊന്നും ഇറങ്ങാൻ പോലും പറ്റില്ല. അത്ര തിരക്കും ബഹളമൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ എനിക്കിത് വലിയ തണുപ്പായിട്ടൊന്നും തോന്നിയില്ല. കാരണം ഒരു 15-18 ഡിഗ്രി എന്നൊന്നും പറഞ്ഞാൽ തണുപ്പല്ല. യൂറോപ്പിലെ മറ്റുള്ള കൺട്രീസിൽ ഇപ്പോൾ നമ്മളുള്ള ജർമ്മനി, അതല്ലെങ്കിൽ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ ഒക്കെ വെച്ച് നോക്കിയാൽ ഒട്ടും തണുപ്പല്ല മാൾട്ടയിൽ. അതുകൊണ്ട് തന്നെ വിൻ്റർ സമയത്ത് ഒരുപാട് ആൾക്കാർ യൂറോപ്പിൽ നിന്ന് ഈ ഒരു മാൾട്ടയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ കുറേ ചെയർസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ശരിക്കും സൺ ബാത്തിന് പറ്റിയൊരു ഏരിയ ആണിത്. അപ്പോൾ കടലിൻ്റെ നല്ല വ്യൂസും നമുക്ക് ഇവിടെ നിന്ന് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ രാവിലെ സമയങ്ങളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം ഇവിടെ വന്നിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നോർമലി നമുക്ക് വിൻ്ററിൽ കിട്ടാത്തൊരു സംഭവം സൺലൈറ്റാണ്. അത് യൂറോപ്പിലുള്ള ആളുകൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ട്രിപ്പൊക്കെ വരുമ്പോൾ ഇതുപോലെ കുറച്ച് സമയം ഈ ഒരു ടെറസിലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വോമായിട്ടുള്ള ഒരു വെതർ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യുന്നത് താല്പര്യമുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു ഇൻഡോർ സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എനിക്ക് വലിയ തണുപ്പായിട്ടൊന്നും തോന്നിയില്ല ഇവിടുത്തെ ഈ ഒരു വാട്ടർ എന്ന് പറയുന്നത്. ശരിക്കും പക്ഷേ വിൻ്റർ സമയത്ത് ഇങ്ങനെ കൂടുതൽ ആൾക്കാർ ഔട്ട്ഡോർ പൂൾ യൂസ് ചെയ്യാറില്ല. പക്ഷേ നോർമലി വിൻ്റർ സമയത്ത് ആൾക്കാർ ഇതുപോലെ ബീച്ചസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷേ അവർ ശരിക്കും വെള്ളത്തിലിറങ്ങി സമ്മർ സമയത്ത് വെള്ളത്തിലിറങ്ങി കുളിക്കുന്ന പോലെയൊന്നുമല്ല. എന്നാലും കുറച്ച് സമയം നമുക്ക് കാലൊക്കെ നനച്ച് കുറച്ച് സമയം ഇരിക്കാൻ പറ്റും കേട്ടോ. അതിന് മാത്രം തണുപ്പൊന്നുമില്ല വെള്ളത്തിന്. അതിപ്പോൾ ബീച്ചിലായിട്ടാണെങ്കിലും നമ്മൾ പൂളിൽ ഇറങ്ങുമ്പോഴാണെങ്കിലും വലിയ തണുപ്പൊന്നുമില്ല. പക്ഷേ സമ്മറിലാണ് കൂടുതൽ ആൾക്കാർക്കും വെള്ളത്തിലിറങ്ങാൻ ഇഷ്ടം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും ഫസ്റ്റ് ഫ്ലോറിലുള്ള ഈ ഒരു ഔട്ട്ഡോർ പൂളാണ് ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് തന്നെ വേണം നമുക്ക് പറയാം. കാരണം വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെ ഇവർ ഈ ഒരു ഔട്ട്ഡോർ പൂൾ ഏരിയ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എനിക്കിവിടെ ശരിക്കും ഇഷ്ടമായത് ഈ ഒരു ജാക്കുസി പൂളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പല ആൾക്കാരും ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും നമുക്കൊരു ബോഡി മസാജൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല ഫോഴ്സിൽ ബബിൾ ടൈപ്പിൽ വാട്ടർ വരുന്ന രീതിയിലാണ് ജാക്കുസി പൂൾസ് ഉള്ളത്. അപ്പോൾ അതിന് തന്നെ താഴെ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് സമയം ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ജാക്കുസി പൂൾസ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇൻഡോർ പൂൾ കേട്ടോ. അപ്പോൾ ശരിക്കും എനിക്ക് സ്വിമ്മിംഗ് ഒന്നും കാര്യമായിട്ട് അറിയില്ല, എന്നാൽ ഇവിടെ സോണ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ സോണ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഹീറ്റ്, ഭയങ്കര ചൂടായിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയത്. അതല്ലാണ്ട് ഞാൻ ഫ്രീക്വൻ്റായിട്ട് ഭയങ്കരമായിട്ട് സ്വിം ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ സ്വിമ്മിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതുപോലെ തന്നെ ഇൻഡോർ സ്വിമ്മിംഗ് പൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഫുഡ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ റിസപ്ഷനിൽ നിന്ന് അങ്ങ് നേരെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഈ ഒരു ഏരിയ കാണാൻ പറ്റുക. ഒരുപാട് ചെയർസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ടൈമിലൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഒരുപാട് ഫുഡ് നമുക്കിവിടെ കിട്ടും. ബുഫറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് ഫുഡ് കിട്ടും. മെയിനായിട്ട് എഗ്ഗിൻ്റെ ഐറ്റംസാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു 1 വീക്ക് ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എഗ്ഗ് കഴിച്ച് മടുത്തു എന്ന് തന്നെ പറയാം. അതുപോലെ ഇപ്പോൾ നമ്മൾ കാണുന്ന ബോയിൽഡ് എഗ്ഗാണ്. പിന്നെ ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്നാൽ കുറച്ച് വെറൈറ്റി ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. രാജ്മ കിട്ടും, അതുപോലെ തന്നെ പൊട്ടറ്റോയുടെ കുറച്ച് ഐറ്റംസ്, പിന്നെ ബ്രെഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രെഡ് നമുക്ക് കിട്ടും. ഇവിടെ കുറച്ച് മീറ്റ് ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ മഷ്റൂം, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ നമുക്കിവിടെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മീറ്റ് ഐറ്റംസ്, ചിക്കൻ, ബീഫ് അതൊക്കെയാണ് കാണാൻ പറ്റുക. പിന്നെ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് ആണ് കേട്ടോ. വെജിറ്റബിൾസ്, ഒലീവ്സ് ഒക്കെയാണ് കാണാൻ പറ്റുക. പിന്നെ ഇവിടെ കുറച്ച് ബിസ്ക്കറ്റ്സ്, പിന്നെ മെയിനായിട്ട് ചീസ് ഐറ്റംസ് ഒക്കെ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് തന്നെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടൊരു സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ വരുവാണെങ്കിൽ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിങ്സും, അതുപോലെ തന്നെ കോൺഫ്ലിക്സ്, അതുപോലെ തന്നെ ഓട്സ്, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റുക. ഇവിടെയാണെങ്കിൽ ഫുള്ള് ഫ്രൂട്ട്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രോസാൻസ്, ബ്രെഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റാം. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാൻ കേക്ക്സ്, അതുപോലെ തന്നെ കപ്പ് കേക്ക്സ്, ഡിഫറെൻറ്റ് കേക്ക് വെറൈറ്റീസൊക്കെ കാണാൻ പറ്റും. ഡെസേർട്ട്സ് ഒരു ഏരിയ എന്ന് തന്നെ പറയാം. അങ്ങനെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഡേ ടൈം വ്യൂ കേട്ടോ. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള റോഡിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ജസ്റ്റ് ആ മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് ഒരു 200-250 മീറ്റേഴ്സ് വാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ നോക്കിയാൽ നല്ല അടിപൊളി കടലാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് ബീച്ച് റിസോർട്ട്സ്, ബീച്ച് ഹോട്ടൽസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ തന്നെ ആ ഒരു കടലിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാം കേട്ടോ. കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആഴമൊക്കെ ഉള്ള ഒരു ഏരിയ ആയിട്ട് തോന്നും, പക്ഷേ ഈ ഒരു ഏരിയയിൽ അത്ര ആഴമൊന്നുമില്ല കേട്ടോ. പിന്നെ ഓപ്പോസിറ്റ് കാണുന്നത് വേറൊരു ഹോട്ടലാണ്. ഈ മെയിൻ 2 ഹോട്ടലാണ് ഈ ഒരു ഏരിയയിലുള്ളത്. മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാൾട്ടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാം ഇങ്ങനത്തെ കുറേ ബീച്ച് റിസോർട്ട്സും ഹോട്ടൽസൊക്കെയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്ന് സ്റ്റേ ചെയ്യാൻ ആയിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അങ്ങനെ ചൂസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. സിറ്റി ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും ആളും ബഹളമൊക്കെയാണ്. അപ്പോൾ ശരിക്കും നല്ലൊരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഏരിയ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നമുക്ക് അവിടെ നിന്ന് നല്ല തണുത്ത കാറ്റൊക്കെയാണ്. പ്രത്യേകിച്ച് രാവിലെ സമയമൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് സൺലൈറ്റ് ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഈ തണുത്ത കാറ്റൊക്കെ ആകുമ്പോൾ നല്ല വെതറാണ്. അപ്പോൾ വെതർ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. നല്ല ബ്ലൂ കളർ വാട്ടറാണ്. മാൾട്ടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബീച്ചസും ഒരുപാട് സീ സൈഡ്സ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ ജസ്റ്റ് ഫ്രണ്ടിൽ അങ്ങനെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ പോയിൻറ്റ്സ് ആണ് ഇതൊക്കെ കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബോട്ട് സർവീസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബോട്ട് എടുത്തിട്ട് അപ്പുറത്തുള്ള ഐലൻഡ്സിലേക്കൊക്കെ പോകാം കേട്ടോ. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ഏരിയ ഉള്ളത്. അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും ഇവിടെ വരുമായിരുന്നു എപ്പോഴും. അപ്പോൾ ശരിക്കും ഇവിടുത്തെ ഒരു സ്റ്റേ എന്ന് പറയുന്നത് ശരിക്കും അടിപൊളി തന്നെയാണ് കേട്ടോ. ബീച്ച് റിസോർട്ട്സ്, ഹോട്ടൽസൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് പറ്റിയൊരു പ്ലേസ് തന്നെയാണത്. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പാ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമ്മൾ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോഴും നമ്മളൊരു 100 യൂറോസ് ഒക്കെ കൊടുത്താൽ നമുക്ക് ഒരു സാധാ ഹോട്ടലാണ് കിട്ടുക. പക്ഷേ ഇവിടെ ഒരു 100 യൂറോസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ വലിയ സ്റ്റാർ ഹോട്ടൽസ്, അതുപോലെ സ്റ്റാർ റിസോർട്ട്സ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് തന്നെ ഒരു 4 സ്റ്റാർ ഹോട്ടലാണ്. പക്ഷേ ഭയങ്കര അഫോർഡബിൾ റേറ്റിലാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഈ ഒരു റേറ്റിൽ നമുക്കിപ്പോൾ ജർമ്മനിയിൽ, ഓസ്ട്രിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോട്ടൽ, നോർമൽ ഹോട്ടലാണ് കിട്ടുക. നമുക്കൊരു 5 സ്റ്റാർ ഹോട്ടലൊന്നും കിട്ടില്ല. അപ്പോൾ ഒരു 3 സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ ഒരു നോർമൽ ഡീസൻറ്റ് ഹോട്ടലാണ് കിട്ടുക. പക്ഷേ ഇവിടെ നമുക്കൊരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ ഈ ഒരു റേറ്റിൽ കിട്ടും കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. മാൾട്ട ഹോട്ടലിൻ്റെ കാര്യത്തിൽ, അക്കോമഡേഷൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ചീപ്പാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്പിലുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ടൂർ വരുന്ന ഒരു പ്ലേസാണ് കേട്ടോ അത്. 2013 വരെ മാൾട്ട യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിരുന്നില്ല. അതിനുശേഷമാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായി മാറിയത്. അപ്പോൾ അതുകൊണ്ട് മാൾട്ട ഇപ്പോൾ യൂറോപ്പിലാണെന്ന് നമുക്ക് പറയാം. ചെറിയൊരു ഐലൻഡ് രാജ്യമാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു ഐലൻഡ് രാജ്യമാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരുപാട് ബീച്ചസും ഒരുപാട് പ്ലേസൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഒരു 1 വീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മാൾട്ട മൊത്തം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്ര ചെറിയൊരു പ്ലേസാണ്. അപ്പോൾ ഇനി ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലഞ്ച് കഴിക്കാം, അതുപോലെ ഡിന്നറൊക്കെ ഇവിടെ നിന്ന് തന്നെ കഴിക്കാം കേട്ടോ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓൾറെഡി സ്റ്റേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ലഞ്ചും ഡിന്നറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് നമുക്ക് ഇവിടെ വന്ന് കഴിക്കാൻ പറ്റും കേട്ടോ, സെപ്പറേറ്റ് പേ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഭയങ്കര വെറൈറ്റി ഓഫ് ഫുഡ്സ്, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, നമുക്കത് എന്തൊക്കെയാണെന്ന് പേര് പോലും പറയാൻ പറ്റില്ല. അത്ര അധികം ബുഫറ്റ് ലഞ്ചും ഡിന്നറും തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ എല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കുസൈൻസ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് ഒരുപാട് ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് ഇവിടെ വരുന്നതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുഡൊക്കെ ഇവിടെ നമുക്ക് കിട്ടിയായിരുന്നു. റൈസ്, അതുപോലെ നമ്മുടെ ബട്ടർ ചിക്കനൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ബീഫിൻ്റെ തന്നെ മീറ്റാണ്. അതുപോലെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു 30-40 യൂറോ ഒക്കെ കൊടുക്കണം. പക്ഷേ ഇവിടെ ബുഫറ്റ് ഫുഡ് കഴിക്കണമെങ്കിൽ തന്നെ നമുക്കൊരു 40 യൂറോയിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്റ്റേ എന്ന് പറയുന്നത് ഹോട്ടൽ ആൻഡ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. അപ്പോൾ മാൾട്ടയിൽ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും മാൾട്ടയിൽ വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയേക്കാം. കാരണം ഒരുപാട് ആൾക്കാർ യൂറോപ്പിൽ നിന്ന് മാത്രമല്ല കേട്ടോ, പുറത്തുനിന്നുള്ള കൺട്രീസിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് വളരെ കൊച്ചു ഒരു കൺട്രിയാണ്, നമുക്ക് എല്ലാ പ്ലേസൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാണാം. അതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചസ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ബീച്ചസ് ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മാൾട്ട വരാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ്. അതുപോലെ തന്നെ തണുപ്പത്ത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിലൊക്കെ തണുപ്പ് ഭയങ്കര പ്രോബ്ലം ആയിട്ടുള്ള ആളുകൾക്ക് തണുപ്പിൽ നിന്ന് ഒരു രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഓടി വരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ ജർമ്മനിയിൽ നിന്ന് വന്നപ്പോൾ -10 വന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ 18-20 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ.